ആയിട്ട് വന്നതാണ്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലൊരാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് ചെറിയൊരു ട്രീറ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ബർത്ത്ഡേകളിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്വന്തം ബർത്ത്ഡേകള്. ഹാപ്പി ബർത്ത്ഡേ. സോ ഞങ്ങൾ രാവിലെ ട്രീറ്റും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ട്രീറ്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ളതും അങ്ങനെ കുറച്ച് നേരത്തെ ഞങ്ങൾ സന്തോഷമാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ വിശേഷങ്ങളായിട്ട് കാണാം. ഞാനിവിടെ കഷ്ടപ്പെട്ട് സാധനം നോക്കും. ഈ ഷോപ്പ് വരുന്നത് KMC മെഡിക്കൽ കോളേജിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. ഇപ്പൊ നമ്മൾ വന്നിട്ട് കുറഞ്ഞതൊരു 45 മിനിറ്റ്സ് ഓവറായി. ഇവളുടെ തള്ളാണ് 30 മിനിറ്റ്സ്. ഓക്കെ സോറി, മ്യൂസിക് വിശപ്പുള്ള കാരണം കറക്റ്റ് ടൈം അറിയാം. 45 മിനിറ്റ് ആയിട്ടുണ്ട്. മോർ അതായത് മ്യൂസിക് സ്റ്റിക്കേഴ്സ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. സിസ്ലർ വേണം, സിസ്ലർ ചോക്ലേറ്റ് സിസ്ലർ 160. സംഭവം എന്താ വെച്ചാൽ മ്യൂസിന്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ ഈ ഒരു മെനു കാർഡിൽ എന്തൊക്കെ ഉണ്ടോ അത് ഫുള്ള് മ്യൂസിക് വേണം. എക്സ്ക്യൂസ് മീ ഗൈസ്, ഇത് നമ്മുടെ കൂടെ വന്നതല്ല കേട്ടോ. ഇതിന് ഞങ്ങളെ കൂടെ കൂട്ടണ്ട. അതെ പണ്ടൊരു സെപ്പറേറ്റ് കുറെ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എടാ ചേട്ടാ ഐ തിങ്ക് അതിങ്ങോട്ടേ വരുന്നു അതെ, അതും ഇങ്ങോട്ടേക്കല്ല ഗായ്സ്, ശരിയായിരിക്കുന്നു ഗായ്സ്. അതായത് നമ്മളെ ക്യാമറ എടുക്കുന്ന ആളുണ്ടല്ലോ, ആള് കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആളിങ്ങനെ ഓരോ ഫുഡ് അവിടെ വരുന്നത് നമ്മുടെ ടേബിളിലേക്കാന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങോട്ട് എത്തില്ല. വെയിറ്റിംഗാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് മറന്നു അറിയില്ല. ഞങ്ങൾ ഏകദേശം കുറേ നേരമായി വന്നിട്ട് മോശിനൊക്കെ കാണാൻ പോകാൻ പഠിച്ചോളൂ. ബർഗർ കോംബോ പറയാം. 149 ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ലൈം ജ്യൂസ്, കെച്ചപ്പ്.
കഴിച്ചിട്ടുണ്ടോ ചോക്ലേറ്റ് സിസ്റ്റർ അത് കഴിക്കാം. കൊറേ നേരം ചോക്ലേറ്റ് കൊണ്ടുപോവാ പറഞ്ഞു നിന്റെ ലെഗ് പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഗൈസ് എൻ്റെ ലെഗ് പീസാണ്. നമുക്ക് ഫസ്റ്റ് ഓർഡർ ചെയ്ത് ഫ്രൈഡ് ചിക്കൻ എല്ലാവർക്കും ഓരോ പീസ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. മയണൈസ് പച്ചപ്പാണ് വെച്ചത്. അപ്പം എല്ലാവരും പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളിത് കഴിച്ചിട്ട് അടുത്ത പൊട്ടിച്ചു അതല്ലോ ചൂടുന്നേ. ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ അത് വരാൻ തന്നെ ലേറ്റായി. നമ്മളത് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഓക്കെ ടേസ്റ്റാണ്, കൊടുത്ത പൈസയ്ക്കുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. ജസ്റ്റ് നമുക്ക് ഇവരോട് കൂടി ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, ഞാൻ ഓക്കെ അല്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ നന്നിട്ടില്ല. 80 റുപ്പീസ് ഒരു പീസിന് എടുക്കുന്നു എന്നല്ലാണ്ട് ഇത് കഴിക്കുന്നതിനും എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അതേ കൂടുതൽ വേണ്ടി. ചൂട് കാരണം കഴിക്കാനും പറ്റുന്നില്ല. 1 മണിക്കൂർ വെയിറ്റ് ഇത് കഴിക്കാൻ നെക്സ്റ്റ് ഓടുന്നു. സമയം പോയി കഴിച്ചു. ബിരിയാണി അതുപോലെ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അതിൽ ഫ്രൈഡ് റൈസ് ഓക്കെ കുഴപ്പമില്ല, പക്ഷേ ബിരിയാണി തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം നമുക്ക് ആർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ 3 ഫുഡിൽ ഏറ്റവും നല്ലത് ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയില്ല, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഫ്രൈഡ് ചിക്കനും അതുപോലെ ഈ ഫ്രൈഡ് റൈസും. ചിക്കൻ ബിരിയാണി നമ്മൾ തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ, സീരിയസ്ലി. അല്ലേ ഒരു മാഗിയുടെ ടേസ്റ്റ്. മാഗിയുടെ സംഭവം നമ്മൾ ഒരു ഫുഡ് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേസ്റ്റ് ആക്കില്ല, ഫുഡ് മാക്സിമം കഴിക്കും. പക്ഷേ രണ്ടാമത് ഞങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യില്ല. അതായത് ഇവിടെ വരികയാണെങ്കിൽ ഇനി ഇത് ഓർഡർ ചെയ്യില്ല, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു റിവ്യൂ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതേ ടേസ്റ്റ് ആവില്ല ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. ഇനി നമ്മളിവിടുന്ന് നേരെ പോവുകയാണ്. ഇനി പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ജസ്റ്റ് ഷേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ആ ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത 3 ഫുഡാണ്. ബഡ്ജറ്റൊക്കെ കുറവാണ് കേട്ടോ. അവിടെ കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് കുറവാണ്. പക്ഷേ ഫ്രൈഡ് ചിക്കനാണ് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ബിരിയാണി ഞങ്ങൾ ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. സോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയ ട്രീറ്റ് ഇവിടുത്തെ ഈ ഒരു ഷോപ്പിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഷോപ്പ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മുടെ KVG മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ടൗൺ ക്യൂബാണ്. ഓക്കെ, ടൗൺ ക്യൂബാണ്. ഇവിടെ അത്യാവശ്യം സ്റ്റുഡൻസും എല്ലാവരും വന്ന് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഒന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ആംബിയൻസ് ആണ്, നല്ല വൈബാണ്. ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ ഫ്രണ്ട് നിജാസ് പുറത്താണ്. താങ്ക് യു നിജാസ്. ശരിക്കും ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളതൊക്കെ അൺബോക്സിങ് കഴിഞ്ഞതാണ്. അതൊക്കെ വീട്ടിലിരിക്കുന്നത്, നമ്മളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ആർഷയുടെ ഫ്രണ്ട് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത ഗിഫ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച ഷോപ്പ്
കഴിക്കുന്നത് എന്തായാലും അത് ആർഷയുടെ വക ട്രീറ്റ് പോലെയാണ്. നമ്മൾ അവിടെ നിന്ന് കഴിച്ച ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ആർഷയ്ക്ക് കൊടുത്ത ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ആർഷ എന്താ നമുക്ക് മേടിച്ചു തരാന്നുള്ളത് നോക്കി നോക്കാം. ആർഷ ഗൈസ് ഞാൻ ഇതുവരെ കഴിക്കാത്ത സാധനം ബാട കുട്ടാങ്ങ് പോരി ബാട കുട്ട. ഷേക്കുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മാംഗോ, പിന്നെ ഒരെണ്ണം ഡയറി മിൽക്ക്, ഒരെണ്ണം ബട്ടർ സ്കോച്ച്, ഒരെണ്ണം ഷാർജ. കമ്പാരിറ്റീവ്ലി ഇവിടെ ഷാർജ ഷേക്കിനാണ് ഏറ്റവും റേറ്റ് കൂടുതൽ. നമ്മുടെ നാട്ടിൽ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റ് കിട്ടുന്ന ഷേക്ക് ഒന്നാണ് ഷാർജ. അപ്പോൾ എന്തെങ്കിലും ഇവിടെ സ്പെഷ്യാലിറ്റി ഉണ്ടോയെന്ന് അറിയില്ല, നമ്മളിത് ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ ഷേക്കൊക്കെ ഇനി അവിടുന്ന് വരണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് റിയൽ റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫുഡാണ്. ഇവിടെ നിന്ന് നമ്മൾ സാൻഡ്വിച്ച്, ബർഗർ, ബട്ടർ ബർഗർ, ചീസ്, സാൻഡ്വിച്ച് ചീസ് ബർഗർ, ബട്ടർ ബർഗർ, പിന്നെ കോൾഡ് കോഫി. അപ്പോൾ ഇത്രയും ഐറ്റംസ് കഴിച്ചപ്പോൾ നമുക്ക് അടിപൊളി സൂപ്പറായിരുന്നു. അതുപോലെ എനിക്ക് നല്ല റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ചില സംഭവത്തിലേക്ക് നല്ല റേറ്റ് കുറവ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനത്തിലേക്ക് ഭയങ്കര റേറ്റ്. അത് ഇവിടുത്തെ ഷാർജ പറഞ്ഞപ്പോൾ അത് ചാർട്ട് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലായിട്ടുണ്ടായി. ഇത് ഫ്രണ്ട് കൊടുത്ത പുതിയ വാച്ചാണ് ഗൈസ്. കാണിച്ചാൽ ഞാൻ പുതിയ അയ്യോ പുതിയ വാച്ച്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇവരുടെ സർവീസ് അടിപൊളിയാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇവർ നമുക്ക് സെർവ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 ഫ്ലേവേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ബട്ടർ സ്കോച്ച്, ഇത് ഡയറി മിൽക്ക്, അത് ഷാർജ, ഇത് മാംഗോ. ഇത്രയും ഫ്ലേവേഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ക്കൊക്കെ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ കഴിക്കാനുള്ള സമയങ്ങളാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എങ്ങനെയുണ്ട് ഹർഷ? അടിപൊളിയാണ്. നമ്മൾ 4 ഫ്ലേവർ ഓർഡർ ചെയ്തു. ഇത് 4ഉം പരസ്പരം എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഷാർജ ഷേക്കിന് കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണുള്ളത്. അതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. ഒരു മിനിറ്റ് കോൾ അതിനനുസരിച്ച് തന്നെ അടിപൊളി ടേസ്റ്റാണ് ഷാർജ ഷേക്ക്. നമ്മുടെ നാട്ടിലത്തെ അതേ ഒരു ടേസ്റ്റേ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഡയറി മിൽക്ക് ഷേക്കിൽ എടുത്തു പറയാനായിട്ട് ആ ഡയറി മിൽക്കിൻ്റെ ചെറിയ പീസസൊക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ ആ ഒരു ടേസ്റ്റ്. പിന്നെ മാംഗോ ഷേക്ക് എക്സാക്റ്റ് മാംഗോ ഫ്ലേവർ തന്നെയാണ് വരുന്നത്. പിന്നെ ബട്ടർ സ്കോച്ചും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും അടിപൊളി ഷേക്ക് ഷാർജ ആയിരുന്നു കേട്ടോ, അത് എടുത്ത് പറയേണ്ടതാണ്. നമ്മൾ ഇവിടുന്ന് ഇത് കഴിച്ചിട്ട് നേരെ ഇനി റൂമിൽ പോവാണ്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ബൈ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അപ്പോൾ എന്താ പറയുക, എന്താ അടിപൊളിയായിരുന്നില്ലേ, പൊളിച്ചടക്കി ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ഞങ്ങൾക്കൊരു വിഷമമുള്ളൊരു കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബർത്ത്ഡേ എൻ്റെ ആയിരുന്നു. അന്ന് നമുക്ക് ഇതുപോലെ വ്ളോഗ് ചെയ്യാനും എല്ലാം സെറ്റായിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേ നമ്മുടെ മൂസിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ അന്നും നമ്മളിതുപോലെ ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ടുള്ള കാര്യം. ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ആ വ്ളോഗ്.
അന്ന് മൂസിയുടെ ബർത്ത്ഡേ അല്ലേ? അത് നമുക്ക് എന്താ പാമ്പുപൊളി ക്വസ്റ്റ്യൻ അതായത് കുറെ പഠിക്കാനുണ്ടായിരുന്നു അന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാന്നൊക്കെ ഫുൾ പ്ലാൻ ഇട്ടു. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം. അന്ന് ഫുള്ള് നമ്മൾ വിചാരിച്ച പ്ലാനിങ് ഒന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വരികയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. നമ്മളെ നൈറ്റ് റോഡിൽ കൂടെ വേറെ ഫ്രണ്ട് ജോബിൻ, നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ജോബിനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് അന്ന് ആദ്യമായിട്ട് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോണത് അന്നായിരുന്നു. അന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്കത് വ്ളോഗ് എടുക്കാനും ഇതാക്കാനും പറ്റില്ല. അത് ഭയങ്കര മിസ്സിങ്. ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ മൂസിയുടെ ബർത്ത്ഡേയുടെ വ്ളോഗ് ഫുള്ളായിട്ട് നമ്മൾ എടുക്കും, എൻ്റെ ചാനലിൽ തന്നെ ഇടും. അപ്പോൾ ഇന്ന് നമ്മുടെ അർഷയുടെ ബർത്ത്ഡേ അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. മൂസിയാണ് കേട്ടോ, അപ്പുറത്തെ അവൾ കോളിങ്ങിലാണ്, അതാണ് ഇങ്ങോട്ട് വരാത്തത്. അപ്പോൾ ആർഷയ്ക്ക് ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോസ് ഒന്നും ഇതിലിടുന്നില്ല. പക്ഷെ എന്തൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത് ലാസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആർഷയ്ക്ക് ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ആർഷ ചേട്ടൻ, പിന്നെ എൻ്റെ 2 ക്ലോസ് ഫ്രണ്ട്സ്, നാട്ടിലുള്ള ഫ്രണ്ട്സ്, പിന്നെ അതിൻ്റെ പുറത്തുള്ളൊരു വേറൊരു ഫ്രണ്ട്, പിന്നെ ഇവിടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എന്നെ വിഷ് ചെയ്തവർക്കും എനിക്ക് ഗിഫ്റ്റ് തന്നവർക്കും ഇന്ന് കോളേജിലും കുറേ പേര് വിഷ് ചെയ്ത് അങ്ങനെ ഭയങ്കര സന്തോഷമായി. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരുപാട് ചെയ്യുന്നത് താങ്ക് യു. അപ്പൊ ഞങ്ങളെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ. അതുവരേക്കും ബൈ ബൈ.